ആളുകൾ കുടിവെള്ളത്തേക്കാൾ കൂടുതൽ കൊക്കക്കോള ഉപയോഗിക്കുന്ന ഒരു നാടുണ്ട്. മെക്സിക്കൻ സംസ്ഥാനമായ ചിയാപാസിലാണ് കൊക്കക്കോളയ്ക്ക് ഇത്ര പ്രിയം. മെക്സിക്കോയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ചിയാപാസ്. ലോകമെമ്പാടും അനേകായിരം ജനങ്ങൾ കൊക്കക്കോള ഉപയോഗിക്കുമെങ്കിലും ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നതിന്റെ അയലത്ത് പോലും അത് വരില്ല. കണക്കുകൾ പ്രകാരം ഈ സംസ്ഥാനത്ത് ശരാശരി ഒരാൾ പ്രതിവർഷം കുടിക്കുന്ന കൊക്കക്കോളയുടെ അളവ് 821.2 ലിറ്ററാണ്. ഇത് ആഗോള ശരാശരിയുടെ ഏകദേശം 32 മടങ്ങോളം വരും. ചിയാപാസിലെ ജനങ്ങൾക്ക് കുടിവെള്ളത്തേക്കാൾ പ്രിയങ്കരമാണ് കൊക്കക്കോള. സംസ്ഥാനത്ത് എല്ലായിടത്തും ഇത് വിൽക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ചിയാപാസിലെ മിക്കവരും കൊക്കക്കോളയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്നു തന്നെ പറയാം. ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെയായി ഈ ഐക്കോണിക് ശീതളപാനീയം ചിയാപാസിലെ ആളുകളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ പ്രാദേശിക സംസ്കാരത്തിലും മതപരമായ ആചാരങ്ങളിൽ പോലും കൊക്കക്കോള ഉപയോഗിക്കുന്നുണ്ട്. കൊക്കക്കോള ഇല്ലാതെ അവിടുത്തെ ആളുകൾക്ക് അവരുടെ ജീവിതം സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. ചിയാപാസിലെ കൊക്കക്കോളയുടെ ജനപ്രീതി 1960-കൾ മുതലുണ്ട്. മെക്സിക്കൻ ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള പ്രാദേശിക തദ്ദേശീയ നേതാക്കൾ കൊക്കക്കോള, പെപ്സി എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. കൊക്കക്കോള ആത്മീയ ശക്തിയുടെ പ്രതീകമായും അത്ഭുതകരമായ രോഗശാന്തിക്കുള്ള ഔഷധമായും ഒക്കെ ആ നാട്ടിൽ ഉപയോഗിക്കപ്പെട്ടു. സാൻ ക്രിസ്റ്റോബൽ ഡി ലാസ് കാസസ് നഗരത്തിന് പുറത്ത് കൊക്കക്കോള ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് തുറന്നതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ഇതോടെ മധുരമുള്ള പാനീയം വളരെ കുറഞ്ഞ വിലയ്ക്ക് ആളുകൾക്ക് ലഭിക്കാൻ തുടങ്ങി. തദ്ദേശീയ മോഡലുകൾ ഉൾക്കൊള്ളുന്ന പരസ്യ ബോർഡുകളും തദ്ദേശീയ ഭാഷയിലെ മുദ്രാവാക്യങ്ങളും എല്ലായിടത്തും വിൽപ്പന പോയിന്റുകൾ സ്ഥാപിച്ചതും സംസ്ഥാനത്ത് കൊക്കക്കോളയുടെ വിപണനം വ്യാപകമാക്കി. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് ഫാക്ടറിക്ക് പ്രതിദിനം 3 ലക്ഷം ഗ്യാലൻ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ദീർഘകാല കരാർ ലഭിച്ചതിന് പിന്നാലെയാണ്. പല പ്രദേശവാസികൾക്കും ആഴ്ചയിൽ കുറച്ചു തവണ മാത്രമേ കുടിവെള്ളം പോലും ലഭിക്കൂ എന്ന സ്ഥിതിയിലേക്കെത്താൻ ഈ കരാർ കാരണമായിട്ടുണ്ട്.